ഇത്തവണയും നിനക്ക് തെറ്റുപറ്റിയെന്ന് തെളിഞ്ഞാൽ നിന്റെ മനസ്സിൽ പൃഥ്വിയെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടല്ലോ, നീ എന്നേക്കുമായി തന്നെ ഇറേസ് ചെയ്യണം. എഗ്രീഡ്? എഗ്രീഡ്. ഇനി നിന്റെ ഭാഗം ശരിയെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നീ പറയുന്ന എന്തും അനുസരിക്കും. പൃഥ്വിയോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. പക്ഷെ പൃഥ്വി അവളും ശരിയല്ല, എപ്പോഴും രക്ഷപ്പെട്ട് കളയും. പക്ഷെ ഇത്തവണ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതെന്റെ ചലഞ്ചാണ്. ഓൾറൈറ്റ്, ഞാനും നിങ്ങളുടെ കൂടെ വരാം. പക്ഷെ ഇത് എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം. പൃഥ്വിയേട്ടൻ ശരിയാണെന്ന് ഇനി നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ വെറും തോന്നല. താങ്ക് ഗോഡ് ചേച്ചി ഫൈനലി സമ്മതിച്ചല്ലോ. പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. നമുക്ക് പോയാലോ? കിരണിന്റെ കല്യാണം ഇവളുമായിട്ട് നടത്തുന്നേ. എന്ത് സുന്ദരി പെൺകുട്ടിയാണ്. നോക്ക്, നിങ്ങൾ പിന്നീട് പശ്ചാത്തപിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇപ്പോ തന്നെ ആ ക്രിക്കറ്റ് പ്ലെയറിന്റെ മുറിയിൽ ചെന്ന് ചെക്ക്. കിരണും പ്രീതയും തമ്മിൽ എന്താ നടക്കുന്നെന്ന്. അതാണ് എനിക്ക് വേണ്ടത്. ഇതൊക്കെ നോൺസെൻസ് ആണ്. ആരെ നോക്കിയാലും അവർക്കെല്ലാം പ്രീത 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 മാത്രം മതി. ആ രോഹിത് അയാളാണെങ്കിൽ ആദ്യമേ അവളിൽ മയങ്ങിയിരിക്കുക. അവളെ എങ്ങനെ കണ്ട സകലതും മറക്കും. പിന്നെ ആ കിരൺ, അവനൊന്നും റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ 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 എല്ലാം കാണുന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. അവർ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് താമസിയാതെ പ്രേമമായി മാറും. പക്ഷെ എനിക്ക് അവരുടെ ഇടയിൽ എന്താ കാര്യം? എന്റെ പൊന്നു, എന്റെ എല്ലാ കാര്യവും കേൾക്കുന്നയാൾ അവനിപ്പോ അവളുടെ പാവ അവൻ റെഡിയായിരിക്കുക. ആദ്യം പൊന്നു ആണെങ്കിൽ മാനസിക്ക് വേണ്ടി എന്നെ ചതിച്ചു. പക്ഷെ ഞാൻ പൃഥ്വിയെ സ്നേഹിക്കുന്നു. അവന്റെ പ്രേമത്തിൽ ഞാൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ എന്നെ പറ്റി ചിന്തിക്കാൻ, എന്നെ സ്നേഹിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? പൃഥ്വി എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ അവൻ ലക്ഷ്യം പൂർത്തിയാക്കണം. പിന്നെ അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ ആ നമ്പ്യാർമാര് നശിച്ചേ തീരും. പക്ഷെ നമ്പ്യാർമാരെ നശിപ്പിക്കാനുള്ള എല്ലാ ആയുധങ്ങളും പൃഥ്വിയുടെ കയ്യിലാണ്. പക്ഷെ ഈ നമ്പ്യാർമാരെ എങ്ങനെ എങ്ങനെ രോഹിത് എന്നെ കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോ, എന്നെ സ്നേഹിക്കുമ്പോ, എന്നെ അന്ധമായി വിശ്വസിക്കുമ്പോ, രോഹിതിനെ പോലൊരു പയ്യൻ അവന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പിന്നെ അവന്റെ കുടുംബം ആ പെൺകുട്ടിയെ അന്ധമായി വിശ്വസിക്കും. ഇന്നു മുതൽ അതായിരിക്കും എന്റെ മിഷൻ. ഈ കുടുംബത്തെ എന്റെ വരുതിയിലാക്കണം. ഞാൻ എന്റെ മായാലീലകൾ കാണിക്കും. ഷെർലിൻ, തുടങ്ങിക്കോ. വന്നേ, ഒരു കാര്യം ചെയ്. അവിടെ ചെന്ന് എല്ലാവർക്കും നന്നായി സെർവ് ചെയ്യും. മാം, ഞാൻ അവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞു. ആണോ? എങ്കിൽ നീ ആ റൈറ്റ് സൈഡില് എല്ലാ ഗസ്റ്റുകളും ഉണ്ടല്ലോ, അവരൊക്കെ വളരെ ഇമ്പോർട്ടന്റാ. നീ അവിടേക്ക് ചെല്ലേ. അവിടെയും സെർവ് ചെയ്തു മാം. പിന്നെ ആ കോർണറിൽ. നീ ഇങ്ങനെ ഇത്രയും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല മോളെ. എന്റെ പ്രീതിയും സൃഷ്ടിയും വളരെ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശരി. ആ നമസ്കാരം, സുഖമല്ലേ? പ്രീത സൃഷ്ടി, ഇവർക്ക് ഇവിടെ എന്ത് അധികാരം ഉള്ളതെന്ന് അറിയില്ല. ഇവിടുത്തെ ഭാവി മരുമകൾ ഞാനല്ലേ. പിന്നെ ഇവർ രണ്ടുപേരും ഇവിടുത്തെ വെറും മിഡിൽ ക്ലാസ് ഗസ്റ്റ്. കിരൺ സർ, കുറച്ച് വേഗം ഓടിക്ക് പ്ലീസ്. ആക്ച്വലി ഞാൻ എന്ത് എക്സൈറ്റഡ് ആണെന്നറിയോ? പറ്റിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പറന്നു പോയേനെ. അതെന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഫുൾ ലൈഫിൽ ഇതുവരെ കുറ്റാന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല. ഈ മൂവീസിലൊക്കെ കാണിക്കില്ലേ, ഭയങ്കര സസ്പെൻസ് ടൈം. അതാ. പ്ലീസ് സർ, കുറച്ച് വേഗത്തിൽ ഓടിക്കണേ. അറിയില്ല, ഞാൻ ഇത്രയും ഹൈപ്പർ എക്സൈറ്റഡ്. എന്നാ ഇങ്ങനെ ഞാൻ സോറി സർ, ഐ ആം സോ സോറി സർ. എന്തിനാ കാർ നിർത്തിയ? ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞല്ലേ. സൃഷ്ടി, ഒന്ന് നിർത്ത. നമ്മൾ എത്തിപ്പോന്നെ എന്റെ പുതിയ കുറ്റാന്വേഷകെ. ഇല്ല, വീട്
വീടെത്തിയിട്ടില്ല, കുറച്ചുകൂടി പോണം. ആണോ? അതെ. വീടെത്തിയില്ലേ? അതെനിക്ക് അറിയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടി നേരെ ഓടിച്ചോണ്ട് അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാം. എന്താ ഓക്കെ ആണോ? നിനക്ക് നാണോ ലേഡി? ഞാൻ നിന്നെ 4ാം ക്ലാസ് ഫെയിൽ എന്ന് വിളിക്കുമ്പോ പക്ഷെ നിന്റെ പ്രവൃത്തി കണ്ട ശരിക്കും നീ 4ാം ക്ലാസ് തന്നെയാ. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവർക്കും അറിയാം ഷോളൻ വീട്ടിലില്ലെന്നുള്ള കാര്യം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ കളർ എന്ന് കരുതില്ലേടി? എന്റെ സർ എന്ത് സൂപ്പറാണ്. ഐ മീൻ എന്ത് മൾട്ടി ടാലന്റഡ് ആണ് സർ. ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ആ സ്പൈ മൂവീസിലുള്ളവരുടെ പോലത്തെ ബുദ്ധിയാണ് സാറിന്. അയാളുടെ പേരെന്താ? ജെയിംസ് ബോണ്ട്. പിന്നെ ഈ വലിയ ഡിറ്റക്ടീവ്സ് ഉണ്ടല്ലോ, ഇൻസ്പിറേഷന് വേണ്ടി ക്യാരറ്റ് മാത്രം കഴിച്ച് ജീവിക്കുന്നവര്. സാറിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. സാർ അല്ലെങ്കിലും സൂപ്പറാ. ഇനിയൊന്നും നീ മിണ്ടാതിരിക്കും. എപ്പോ നോക്കിയാലും പിള്ളേരെ പോലെ. പോ. ഇത് ലോക്കാണല്ലോ. സർ ഒരു മിനിറ്റ്, ഞാൻ ആ താക്കോല് നോക്കട്ടെ. അല്ല, എങ്ങനെ താക്കോല് കിട്ടാനാ? നമുക്ക് തിരികെ പോവാം. താക്കോൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ തുറക്കാം. ഒരു മിനിറ്റ്, ഇതിന് വാതിൽ തുറക്കുന്നു എന്നല്ല പൊളിക്കുന്നു എന്നാ പറയുന്നത്. ആഹാ, എനിക്കറിയില്ലായിരുന്നു വേണേ ഇത് വാതിൽ തുറക്കല്ല തല്ലി പൊളിക്കാണെന്ന്. ഒന്ന് മാറി വേണേ അങ്ങോട്ട്. ഇല്ല കിരൺ, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അയ്യോ, ഒന്നും സംഭവിക്കില്ല. ലെറ്റ് മീ ട്രൈ അറ്റ് ലീസ്റ്റ്. കിരൺ സർ അത് തുറക്കാൻ പോകുന്നില്ല, സോളിഡ് ലോക്കാ. ഓ ഗോഡ്, അറ്റ് ലീസ്റ്റ് ലെറ്റ് മീ ട്രൈ ഗേൾസ്. ഇങ്ങോട്ട് മാറും. നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ കൈ പോകുന്നു ചെയ്യണ്ടെന്ന്. കേൾക്കില്ലല്ലോ. നോക്കി എന്തുമാത്രം മുറിഞ്ഞിരിക്കുന്നത്. നന്നായി വേദനിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പ്രഷർ പോയിന്റ്സിൽ നിൽക്കാം. അപ്പൊ നിനക്ക് വേദന കുറവുണ്ടാവും. ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക. ഞാൻ നോക്കാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അല്ല, ഇനി കണ്ടോ സൃഷ്ടിയുടെ മാജിക്. തുറന്നു, പൂട്ടി തുറന്നു. എന്റെ വാലറ്റ് അവിടെ പോയി. ഓ ഗോഡ്, ഹൗ ക്യാൻ ഐ ബി സോ കെയർലെസ്? എന്റെ വാലറ്റ് ഷെർലിൻ ബേബിയുടെ വീട്ടിലായി പോയോ? ഡാം ഇറ്റ്. എന്റെ വാലറ്റ് ഇനി ഷെർലിൻ ബേബിയുടെ വീട്ടിൽ പോയി എടുക്കേണ്ടി വരും, കാരണം എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതിലാണ്. മോ, ഓർമ്മയുണ്ടോ മറ്റേ കാര്യം? ലാസ്റ്റ് ടൈം ഞാൻ ലണ്ടനിൽ പോയപ്പോ? ആ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ ഡയമണ്ട് നെക്ലസ് ഇടണ്ടെന്ന്. പക്ഷെ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. ഓഫ് കോഴ്സ്, എനിക്ക് ആ സീൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓ ഗോഡ്, ഈ പൊളിച്ച ചിരി ചിരിച്ച് എന്റെ വാ വേദന എടുക്കുന്നു. പിന്നെ ഈ പൃഥ്വിയെ കാണാനില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അവന് മെസ്സേജ് അയച്ച് ചെക്ക് ചെയ്യാം അവൻ എവിടെയാണെന്ന്. നീ ഇത്രയും ടൈം എടുക്കുന്ന എന്താ? അമ്മേ, കവിത ചേച്ചി. ആ, ഓ, എന്ത് പറ്റി പ്രിയതമേ? എന്തിനാ നീ പരിഭ്രമിക്കുന്നത്? ഒരു മിനിറ്റ്. എന്തു പറ്റി? അതെ, അത് എന്റെ ചിറ്റമ്മയില്ലേ? അതെ. ചിറ്റമ്മ വരുന്നുണ്ട്. ഓ, ചിറ്റമ്മ എന്തിനാ വരുന്നേ? ചിറ്റമ്മയല്ലേ വരുന്നേ, അല്ലാതെ ഡൈനോസർ ഒന്നുമല്ലല്ലോ. അതിന് നിങ്ങൾ എന്തിനാ ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നേ? എന്തു പറ്റി? രോഹിത് മോനെ,
നീ ഇന്നുവരെ ചിറ്റമ്മയെ കണ്ടിട്ടില്ലല്ലോ. ഒരു തവണ കാണും, then we will talk. അങ്ങനെയാണോ? ചേച്ചി, ഞാൻ ചിറ്റമ്മയോട് വരണ്ടാന്ന് ഒരുപാട് തവണ പറഞ്ഞതാ, പക്ഷേ ചിറ്റമ്മ സമ്മതിക്കുന്നില്ല. ഇല്ല മോളെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തിനാ അവളെ തടയുന്നേ? നിന്നെ ഒരു മകളായിട്ട് അവൾ കണക്കാക്കുന്നേ. അവര് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് ഒരു അനുഗ്രഹമാ. ഇങ്ങോട്ട് വരട്ടെ. അമ്മ ഇതെന്താ റിട്ടായി പറയുന്നേ? ചിറ്റമ്മ വാ തുറന്നാ പിന്നെ വാദോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെന്താ മോനെ, എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഹൃദയം കൊണ്ട് അവര് നല്ലവരാ. അറ്റ്ലീസ്റ്റ് പ്രകടനമല്ലല്ലോ. ആക്ച്വലി ഇത് ഒരു തരത്തിൽ നല്ലതാ. എനിക്ക് തോന്നുന്നു അവര് വരട്ടേന്നാ. കൊറേ നാളായി ചിറ്റമ്മയെ കണ്ടിട്ട്. പിന്നെ ഇത്തവണ ഷേളിനെ കാണാമല്ലോ. ഐ എം ഷുവർ ഷേളിനെ കാണുമ്പോ ഒത്തിരി സന്തോഷാകും. ഡാഡ്, ഐ തിങ്ക് മിസ്റ്റർ മേനോൻ നമ്മളെ കാണാനാ വരുന്നതെന്ന്. വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങളിപ്പോ വരാവേ. ഹായ്. ഹലോ, ഹൗ ആർ യു മിസ്റ്റർ മേനോൻ? രാധിക മോളെ, അമ്മേ. പ്രീതിയും സൃഷ്ടിയും കാണാനില്ലല്ലോ. അവരെ എന്തെങ്കിലും ജോലിക്ക് പറഞ്ഞയച്ചോ? ഇല്ലമ്മേ, ഞാൻ വിട്ടില്ല. ഞാൻ സൃഷ്ടിയെ റെഡിയാവാൻ വേണ്ടി വിട്ടതാ. അവര് ചിലപ്പോ അവിടെ അത് റെഡിയാവുന്നുണ്ടാവും. എന്തു പറ്റി? എന്തിനാ നീ ചിരിക്കുന്നത് ഷെർലിൻ? ഒന്നുമില്ല. ഞാൻ ഒന്നും ആലോചിക്കുമായിരുന്നു. പ്രീതയും സൃഷ്ടിക്കൊപ്പം പോയിരിക്കുവാണോ തയ്യാറാവാൻ? ഇതിൽ ഇത്രയ്ക്ക് ചിരിക്കാൻ എന്തിരിക്കുന്നു? ഏയ് ഒന്നുമില്ല. അവരുടെ ഇടുങ്ങിയ ചിന്ത ഓർത്തിട്ടാ എനിക്ക് ചിരി വരുന്നത്. സൃഷ്ടിയാണെങ്കിൽ തന്നെ ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. അതുകൊണ്ട് പ്രീത അവളെ പാർലറിൽ കൊണ്ടുപോയതായിരിക്കും, മേക്കപ്പ് ഒക്കെ ചെയ്ത് അവളുടെ മുഖം കുറിച്ച് മിനുക്കാൻ. ഇവിടെ എത്ര റിച്ച് ബോയ്സ് വരുന്നത്, അവരെയൊക്കെ ഇംപ്രസ് ചെയ്യണമല്ലോ. ചിലപ്പോ മേക്കപ്പ് ചെയ്ത മുഖം കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇംപ്രസ് ആയാലോ. ഷെർലിൻ, ഒരു മിനിറ്റ്. നിനക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വേ പറ. ഇന്നിവിടെ പാർട്ടിയാണ്. പിന്നെ ഇന്ന് മഹേഷ് സാറിനും രാധികയ്ക്കും നല്ലൊരു ദിവസമാണ്. ഞാൻ ഈ പാർട്ടി നശിപ്പിക്കുന്നുമില്ല. ഇതിലത്ര ദേഷ്യം പിടിക്കാൻ എന്തിരിക്കുന്നു? ചേച്ചി, ചേച്ചി ഷേളിനെ ഇങ്ങനെയുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്യരുത്. ഇവളിപ്പോ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് തെറ്റായ കാര്യമല്ലേ? എടത്തി, ഇത് എടത്തിയുടെ ഒരു ശീലമായി മാറിയിരിക്കുക. എടത്തി എല്ലായ്പ്പോഴും വല്ലവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. കവിത നിർത്ത്, കുറച്ച് കൂടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇത്ര അപ്സെറ്റ് ആവുന്ന എന്താ? അതിന് മാത്രം ഞാൻ എന്താ സംസാരിച്ചേ? ഫാക്ട് അല്ലേ? ഈ പെൺകുട്ടികൾ പാർലറിൽ പോയി റെഡിയാകുന്നത് ആൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാനല്ലേ? സോ വാട്ട്സ് റോങ് ഇൻ ദാറ്റ്? എനിവൈസ്, എനിക്ക് ഇടത്തിന്റെ പാർട്ടി മോശമാക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. വെറുതെ ഒരു തമാശ പറഞ്ഞതാ. കം കം കം. Come on girls, പെട്ടെന്ന് സെർച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷേർലിനും പൃഥ്വിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. Stay sharp. കണ്ണ് തുറന്ന് നടക്കാൻ നോക്കാം. നിന്നോട് കൂടി ഞാൻ ഈ പറയുന്നത്. ഇവളാണെങ്കിൽ നമ്മൾ തെറ്റാണ് തെളിയിക്കാൻ വന്നിരിക്കുന്നത്. വേഗം വാ, വേഗം. എനിക്ക് തോന്നുന്നത് അവൾ അവളുടെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ബെഡ്റൂമിലാണ് സൂക്ഷിക്കുന്നതെന്നാ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഓക്കെ, ഞാൻ ലിവിംഗ് റൂമിൽ നോക്കാം. ചിലപ്പോ ഷേർലിൻ അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലോ? സൂപ്പർ. ബൈ സർ. അയ്യോ, ഈ സ്പൈ വർക്കൊക്കെ എന്ത് എക്സൈറ്റിംഗും ത്രില്ലിംഗും ആണ്. അതായത് കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ പിടിക്കുക, എന്നിട്ട് പോലീസിന്റെ കൈ കൊണ്ട് ഏൽപ്പിക്കുക. അവിടെ നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും പോലീസിന് പറഞ്ഞപ്പോഴാ ഓർത്തെ, ഞാൻ എന്റെ ഡെക്കറേഷനൊക്കെ വിട്ടിട്ട് ഡിറ്റക്റ്റീവ് ആവാൻ പോയാലോ? അല്ല, അല്ലെങ്കിൽ ഞാൻ പോലീസ് ആയാലോ? പോലീസിന്റെ ഔട്ട്ഫിറ്റിൽ ഞാൻ എന്ത് ഹോട്ടായിരിക്കും, അടിപൊളിയായിരിക്കും. എന്ത് വലിയ ജോലി ഇരിക്കുന്നു. തെളിവുകളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. തെളിവുകളൊക്കെ എവിടെയായിരിക്കും ഒളിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നുമില്ലല്ലോ. തെളിവ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. തെളിവ് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. കാരണം നല്ല ആളുകൾ സന്തോഷമായിട്ടും ചീത്ത ആളുകൾ ജയിലിലും. ചീത്ത ആളുകളെ ഞാൻ ജയിലിൽ ഇട്ട് കഴിഞ്ഞാ പിന്നെ എനിക്ക് അവാർഡുകൾ കിട്ടും. ഇൻസ്പെക്ടർ സൃഷ്ടി അറക്കലിന് ധീരതയ്ക്കും സത്യസന്ധതയ്ക്കുമുള്ള ഗോൾഡ് മെഡൽ കിട്ടാൻ പോന്നു. അമേസിംഗ്! ഗോൾഡ് മെഡൽ നല്ല രസമായിരിക്കും. ഞാൻ മുംബൈ നഗരത്തില് ഫേമസ് ആവും. എന്തോ ചേച്ചി, ചേച്ചി എന്തെങ്കിലും ഒരുമാതിരി നിൽക്കുന്നേ? എന്നെ ഒന്ന് സഹായിക്കാൻ നോക്കിക്കൂടെ? എത്ര നേരം ഇങ്ങനെ വെറുതെ നിൽക്കുന്നു? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ചിലപ്പോ ചേച്ചിക്ക് തെളിവ് കിട്ടിയാലോ? നോ വേ. ഞാൻ നിങ്ങളുടെ ഈ ഭ്രാന്തിലൊന്നും ഒരിക്കലും കൂട്ടു നിൽക്കാനേ പോകുന്നില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേഗം ചെയ്യാൻ നോക്ക്. എങ്കിലും ഇവിടുന്ന് പോകാൻ പറ്റൂ. മനസ്സിലായോ?
പ്രീത, സൃഷ്ടി, കം കം. വാ വാ വാ. സാർ എന്തെങ്കിലും കിട്ടിയോ? എടി നോക്ക്, ലാപ്ടോപ്പ്. ഞാൻ ചെക്ക് ചെയ്യാം. ആ യാ. ഒന്ന് മാറി ഇങ്ങോട്ട് താ. ഞാൻ ചെക്ക് ചെയ്തോളാം. റിയലി? അതെ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തേക്കാം. എന്നാലല്ലേ പെട്ടെന്ന് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് ഇവിടെ നിന്ന് പോകാൻ കഴിയൂ. ശരി കിരൺ സർ, ഞാൻ പുറത്ത് നോക്കാം. ഒരു മിനിറ്റ്, എടി നിക്ക. നീ ഇവിടെ തന്നെ നോക്ക്. എന്തെങ്കിലും കിട്ടിയാലോ? ഐ മീൻ എനിക്ക് എന്തെങ്കിലും മിസ്സായാലും നിനക്ക് കിട്ടും. എന്നാ ഓക്കെ, ഞാൻ അവിടെ നോക്കാം. ഞാൻ അവിടെ നോക്കാം. കിരൺ സർ, ഇന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഐ ഹോപ്പ് സോ. അതായത് എന്റെ മനസ്സ് പറയുന്നു, ഇന്ന് നമ്മൾ വെറും കൈയോടെ പോവില്ല. ഇന്ന് നമ്മൾ തന്നെ ജയിക്കും സർ. ഒരു മിനിറ്റ്, നിന്റെ മനസ്സിനോട് നീ ഷട്ടപ്പ് എന്ന് പറയും. നിന്റെ മനസ്സ് നിന്നോട് എന്തൊക്കെയാ പറയുന്നതെന്ന് ഒരു പിടിയുമില്ല. ഇന്നലെ നീ എന്താ പറഞ്ഞ? സൂപ്പർ മോഡൽ ആകുമെന്ന്. എന്നിട്ട് എന്തായി? എക്സ്ക്യൂസ് മീ ചേച്ചി, അതെന്റെ മനസ്സ് എന്റെ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ടൊന്ന് കൺഫ്യൂസ് ആയി പോയതാ. പക്ഷെ ഞാനിപ്പോ മെച്ചൂർ ആയില്ലേ. പിന്നെ ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു നിന്റെ മെച്ചൂരിറ്റിയുടെ ഫ്യൂസ് പോയെന്നാ. അതുകൊണ്ടല്ലേ നീ ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ആക്കുന്നേ. Girls, dun, dun, dun.